നമസ്കാരം. ഇന്നത്തെ പ്രധാന വാർത്തകളിലേക്ക്. വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസിലെ മൂന്നാം ഘട്ട തെളിവെടുപ്പിനിടെ പ്രതി അഫാനും പിതാവ് അബ്ദുൾ റഹീമും മുഖാമുഖം വന്നു. വെഞ്ഞാറമൂട് ജംഗ്ഷനിൽ വെച്ചായിരുന്നു ആകസ്മികമായ കൂടിക്കാഴ്ച. വെഞ്ഞാറമൂട് ജംഗ്ഷനിൽ റോഡ് മുറിച്ച് നടക്കുന്നതിനിടെയാണ് അഫാനെയും കൊണ്ടുള്ള പോലീസ് വണ്ടി ചീറിപ്പാഞ്ഞു വന്നത്. കാൽനട യാത്രക്കാർക്ക് വേണ്ടി വണ്ടി അല്പനേരം നിർത്തി. റഹീം നോക്കിയപ്പോൾ വാഹനത്തിൽ അഫാൻ. അപ്പോൾ തന്നെ മുഖം തിരിച്ച് റഹീം നടന്നു. മകനെ കാണണ്ടെന്ന് റഹീം മാധ്യമങ്ങളോട് പറഞ്ഞു. തന്റെ ജീവിതത്തിൽ അഫാൻ ഉണ്ടാക്കിയ നഷ്ടവും ദുരിതവും അത്ര വലുതാണെന്നും അതിനാൽ ഒരിക്കലും കാണാൻ ശ്രമിക്കില്ലെന്നുമായിരുന്നു റഹീമിന്റെ വാക്കുകൾ. ഇന്ന് സഹോദരൻ അഫ്സാനെയും പെൺസുഹൃത്ത് ഫർസാനെയും കൊലപ്പെടുത്തിയ കേസുകളിലായിരുന്നു തെളിവെടുപ്പ്. ആദ്യം കൊല നടത്തിയ പേരുമൂലയിലെ വീട്ടിലേക്കായിരുന്നു കൊണ്ടുപോയത്. സ്വന്തം അനുജനെയും സുഹൃത്തിനെയും കൊലപ്പെടുത്തിയത് എങ്ങനെയെന്നും ഉമ്മ ഷെമിയെ ക്രൂരമായി ആക്രമിച്ചത് എങ്ങനെയെന്നും ഭാവവ്യത്യാസമില്ലാതെ അഫാൻ പോലീസിനോട് വിവരിച്ചു. കൊല്ലാൻ ഉപയോഗിച്ച ചുറ്റികയും അതിടാനുള്ള ബാഗും വാങ്ങിയ കടകളിലും മുത്തശ്ശിയെ കൊലപ്പെടുത്തി കൈവശപ്പെടുത്തിയ സ്വർണമാല പണയം വെച്ച് ധനകാര്യ സ്ഥാപനത്തിലും തെളിവെടുപ്പ് നടത്തി. കൊലകൾക്കിടയിൽ സിഗരറ്റ്, പെപ്സി, മുളകുപൊടി, എലിവിഷം തുടങ്ങിയവയും അഫാൻ വാങ്ങിയിരുന്നു. ഈ കടകളിലും അഫാനെയും കൊണ്ട് പോലീസ് പോയി. ഏറ്റവും ഒടുവിൽ ഫർസാനിയെ കൊല്ലാനായി ബൈക്കിൽ കയറ്റിക്കൊണ്ടുപോയ സ്ഥലത്തായിരുന്നു തെളിവെടുപ്പ്. ശേഷം അഫാനെ വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിലേക്ക് തിരിച്ചു കൊണ്ടുപോയി. നാളെയാണ് കസ്റ്റഡി കാലാവധി അവസാനിക്കുന്നത്. നാളെ ഉച്ചയോടെ കോടതിയിൽ ഹാജരാക്കും. തുടർന്ന് വീണ്ടും ജയിലിലേക്ക്. 5 കൊലപാതകങ്ങളിലായി 3 കേസുകളാണ് അഫാന്റെ പേരിലുള്ളത്. 3ലും ഇന്നത്തോടെ തെളിവെടുപ്പ് പൂർത്തിയായി. ഇനി എത്രയും പെട്ടെന്ന് കുറ്റപത്രം തയ്യാറാക്കി അഫാനെ വിചാരണ കൂട്ടിലെത്തിക്കുക എന്നതാണ് പോലീസിന് മുന്നിലുള്ള മെയിൻ ദൗത്യം. കട്ടിലിൽ നിന്ന് വീണ് പരിക്കേറ്റുവെന്ന മൊഴിയിൽ ഉമ്മ ഷെമി ഉറച്ചു നിൽക്കുകയാണ്. മാനസിക രോഗ്യം വീണ്ടെടുത്ത ശേഷം ഉമ്മയുടെ മൊഴി വീണ്ടും എടുക്കും. മൊഴി എന്തായാലും 3 കേസുകളെയും ബാധിക്കില്ലെന്നതാണ് പോലീസിന്റെ വിലയിരുത്തൽ.